ഹലോ. അപ്പോൾ ഞാനിന്നൊരു ഡ്രോയിങ്ങുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സംഭവമാണല്ലോ സെൻറ്റുകൾ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും കുറച്ചായി ഇങ്ങനെ വരയ്ക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് പേനയും ബുക്കും പിന്നെ ആ മൂഡും ഒക്കെ ഒരുമിച്ച് വന്നത് കേട്ടോ. അപ്പോൾ വരച്ച് തുടങ്ങിയ ഫസ്റ്റ് ചിത്രം കണ്ടില്ലേ, അത് സംഭവം അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്കെന്തോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്കുകളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഇനി അടുത്തത് വേറൊന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതൊരു ഫ്ലവറാണ് അങ്ങനെ ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പല ലൈൻസ് ഇങ്ങനെ വരച്ചിട്ട് ഉള്ളിൽ ഫ്ലവേഴ്സ് അങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതും ഫ്ലോപ്പായി, അതും റെഡി ആയില്ല കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ആകെ സാഡായി. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ അത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അപ്പോൾ എന്തായാലും ഒരു ചിത്രമെങ്കിലും വരയ്ക്കണം എന്ന് വിചാരിച്ച് വേറൊരു പാറ്റേൺ എടുത്തു കേട്ടോ. ഇതും തന്നെ വരച്ച് വന്നപ്പോൾ എനിക്ക് ആർക്ക് കറക്റ്റ് ആവാത്ത പോലെ ഇങ്ങനെ ഫീലായതല്ല, അങ്ങനെ തന്നെയാണ്, ആർക്ക് കറക്റ്റ് ആയിട്ടില്ല. അപ്പോഴും ഞാനൊന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച എന്തായാലും ഇതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് അറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. രസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, എനിക്ക് പേഴ്സണലി എനിക്ക് രസമുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഈ ഒരു പേനയ്ക്ക് പകരം ഒന്നും കൂടെ കട്ടിയുള്ള ഒരു 0.45 അല്ലെങ്കിൽ 0.5 ഒക്കെ തിക്നെസ് വരുന്ന പേന വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി, ഇങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്ത് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഞാൻ ഓക്കെയാണ്. ഞാൻ ആ ആർക്കിൻ്റെ എററൊക്കെ ഞാൻ ഈ ഒരു ഷെയ്ഡിങ്ങിൽ ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.